ചിന്തിച്ച് ഒന്ന് പുറകോട്ട് പോയി സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും വേദന വരുത്തിയിട്ടുണ്ടോ? സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഹല്ലേലൂയ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ഞാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഹല്ലേലൂയ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് എന്നിൽ പിന്നെയും ആ ജഡത്തിന്റെ പ്രവൃത്തികൾ ജീവിച്ചിരുന്നില്ലേ? അതിനെ പൂർണ്ണമായിട്ട് മരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്നാൽ അതിനെ പൂർണ്ണമായി മരിപ്പിക്കാൻ എനിക്ക് സാധ്യമായില്ലേ? പ്രൈസ് ലോർഡ് ഇനി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം? ക്രൂശിനോട് ചേർത്ത് അതിനെ ബന്ധിക്കണം. കാൽവരി ക്രൂശിൽ യാഗമായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കണം. എന്നിട്ടോ ഹല്ലേലൂയ നമ്മുടെ ക്രൂശിനോട് ചേർത്ത് അതിനെ ബന്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ ഹല്ലേലൂയ? അതേ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഹല്ലേലൂയ സഹിക്കാൻ തയ്യാറാകണം, ക്ഷമിക്കാൻ തയ്യാറാകണം. യേശുക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം അഡ്ജസ്റ്റ് ചെയ്ത് ഹല്ലേലൂയ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പറ്റുമോ? പറ്റുമെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. യേശുക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവിടെ വേണ്ടിയത് നീതിമാന്മാരായ രാജാക്കന്മാരെയാണ്. നീതിമാന്മാരായ രാജാക്കന്മാരെയാണ് യേശുവിന്റെ ഭരണത്തിന് ആവശ്യം. അനീതി, ഹല്ലേലൂയ വഞ്ചന, ചതി, ദോഷവശം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്, ഇങ്ങനെയുള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ ഉള്ള യേശുവിന് വേണ്ട. ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന, ആത്മാവിന്റെ ഫലങ്ങളെ നമ്മിൽ നിന്ന് ഉളവാക്കുന്ന, നമ്മിൽ ചുലഞ്ഞു കിടക്കേണ്ട ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളാ. ആ ഫലങ്ങളാൽ നിറഞ്ഞ ആത്മാക്കളെ കൊണ്ട് സ്വർഗം നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നരകം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളെ കൊണ്ട് നിറഞ്ഞ ആത്മാക്കളെ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നരകം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളാൽ നിറഞ്ഞ ആത്മാക്കളെ കൊണ്ടാണ് നരകം നിറയ്ക്കുന്നത്. ആത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ ആത്മാക്കളാൽ സ്വർഗം നിറയപ്പെടും, സ്വർഗം അനുഗ്രഹിക്കപ്പെടും. തന്റെ രാജ്യസ്ഥാപനത്തിനായി യേശു കർത്താവ് മടങ്ങി വരാൻ സമയം ആസന്നമായി. ആസന്നഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറയും, ഇവിടെ കയറി വരിക എന്നുള്ള ഒരു ശബ്ദം, മഹാശബ്ദം സ്വർഗത്തിൽ കേൾക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ആകാശമണ്ഡലത്തിൽ മധ്യാകാശത്തിൽ വന്ന് തന്റെ ദൂതന്മാരുമായി കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ യേശു കർത്താവ് മധ്യാകാശത്തിൽ വന്നിട്ട് പറയും, ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. അതായത് ക്രിസ്തുവിൽ മരിച്ചവരാണ്, ക്രിസ്തുവിൽ മരിപ്പിച്ചവരാണ്, ക്രിസ്തുവിൽ മരിച്ചവര്, ക്രിസ്തുവിൽ മരിപ്പിച്ചവരാ, ക്രിസ്തുവിൽ മരിച്ചവർ. അപ്പോൾ ക്രിസ്തുവിൽ മരിപ്പിച്ചവരെന്ന് പറയുമ്പോൾ ജഡത്തിന്റെ ചിന്തകളെ എല്ലാം മരിപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കപ്പെടുന്നവർ ഉയർത്തെഴുന്നേൽക്കും. അല്ലാത്തവരെല്ലാം മണ്ണിൽ തന്നെ മൗനം ഉറങ്ങും. മാത്രമല്ല അവർ നരകത്തിന്റെ അഗാധതയിലേക്ക് അവരുടെ ആത്മാക്കൾ പോയിരിക്കും. മാത്രമല്ല അടുത്തത് ജീവനോടെ ശേഷിക്കുന്ന നാം ജീവനോടെ ശേഷിക്കും. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഈ ആയുസ്സിൽ തന്നെ എന്റെ യേശു കർത്താവ് വരുമെന്ന്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ആയുസ്സിൽ തന്നെ നമ്മുടെ കർത്താവ് വരും. വരുമ്പോൾ
നമ്മൾ ജീവനോടെ ശേഷിച്ചിരിക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ നോടി നേരം കൊണ്ട്, ഇങ്ങനെ ഞൊടിക്കുന്ന സമയം കൊണ്ട് രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. നമ്മൾ ഹല്ലേലൂയ മരണം നീങ്ങി ജയം വരും. നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരമാകും. പിന്നെ അതിനെ ആർക്കും കൊല്ലാനും തല്ലാനും ഒക്കുകയില്ല. ഹല്ലേലൂയ. ഈ മർത്യമായത് മരണത്തിന് വിധേയപ്പെടുന്ന ശരീരമാണ്. അത് അമർത്യമായി തീരും. അങ്ങനെയുള്ള ആ ശരീരം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ഈ ശരീരത്തിന് പെട്ടെന്ന് ഒരു രൂപാന്തരം സംഭവിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു രാസപ്രവർത്തനം പോലൊരു സംഭവം, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു രാസപ്രവർത്തനം കാണാനായിട്ട് എന്തെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിൽ ലയിപ്പിച്ചു കഴിയുമ്പോൾ മറ്റൊരു വസ്തുവായി രൂപാന്തരപ്പെടും. അതുപോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ കാഹളനാദം കേൾക്കുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. രൂപാന്തരം പ്രാപിച്ച് മറ്റൊരു വസ്തു പോലെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. ആ നാൾ സമാഗതമാണ്. എന്നാൽ ആ യേശു കർത്താവ് രാജാതിരാജാവായി ഭൂമിയെ ഭരിക്കുമ്പോൾ നേരെയുള്ള ഭരണം ഈ ലോകത്തിൽ കാഴ്ചവെക്കും. ഹല്ലേലൂയ. അവൻ നീതിയുള്ള ന്യായാധിപതിയായി ലോകത്തെ ഭരിക്കും. ആ നല്ല ഭരണം ഹല്ലേലൂയ 7 വർഷത്തെ മഹാപീഡയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ സംജാതമാകും. ഹല്ലേലൂയ. സഭയെടുക്കപ്പെട്ടു കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ 1000 വർഷം